ഇന്ന് ഞാനിവിടെ നല്ലൊരു മുട്ടക്കറിയാണ് വെക്കുന്നത്. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ മുട്ടയൊക്കെ ഒന്ന് വറുത്ത് എടുത്തിട്ടതിന് ശേഷം ആണ് ഇത് കറി വെക്കുന്നത്. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒന്നാണ്. ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അധികം ചേരുവകളൊന്നും വേണ്ട, വളരെ വേഗത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം അതിനായിട്ട് മുട്ട പുഴുങ്ങിയതിന് ശേഷം അത് മാറ്റി വെക്കണം. അത് മുട്ടയൊക്കെ തയ്യാറാക്കി വെക്കുക. അതിന് ശേഷം വേണം നമുക്ക് കറി വെച്ച് തുടങ്ങാനായിട്ട്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനതിനായി ഇവിടെ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ ചേർത്ത് അത് നമുക്ക് വറുത്തെടുക്കണം. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. പിന്നെ നോർത്ത് ഇന്ത്യക്കാർ മുട്ടക്കറി വെക്കുമ്പോൾ അത് വറുത്തതിന് ശേഷം മാത്രമേ അവരത് കറി വെക്കാറുള്ളൂ. അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും അവർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കറി വെക്കുന്നതിന് മുമ്പായിട്ട് അതുവരെ എണ്ണയിലൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ കറി വെക്കാറുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഞാനതുപോലെ തന്നെയാണ് ഇന്നത്തെ മുട്ടക്കറി വെക്കുന്നത്. ഇതുപോലെ മുട്ടയെല്ലാം അതിൻ്റെ തോടൊക്കെ കളഞ്ഞതിന് ശേഷം ഇനി ഇതൊന്ന് മുറിച്ചെടുക്കണം. മുറിച്ചെടുക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ്. പൊടിഞ്ഞു പോകാതെ തന്നെ മുറിച്ചെടുക്കുക. പതുക്കെ തന്നെ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം കുരുമുളക് പൊടി ചേർത്ത്, അതിനുശേഷം പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് കാശ്മീരി മുളകാണ്. കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഹിന്ദിക്കാർ ഇങ്ങനെ മുളക് പൊടി അങ്ങനെ ഉപ്പ് പൊടി അങ്ങനെയൊന്നും ചേർക്കാറില്ല. അവർ ഡയറക്റ്റ് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ എൻ്റെ രീതിയിലൊന്ന് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് മുട്ട വെച്ചതിന് ശേഷം ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, തിരിച്ചും മറിച്ച് വിട്ട്. പിന്നെ ആ എണ്ണ അധികം വരുന്നതിൽ തന്നെ നമുക്ക് കറിയും വെക്കാം. അതുകൂടി ചേർത്ത് ഇതുപോലെ ഞാനിത് ഫ്രൈ ചെയ്തെടുത്ത് എടുക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഇത് സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായി. കരിഞ്ഞു പോകാൻ പാടില്ല. സിമ്മിലോ അല്ലെങ്കിൽ മീഡിയം തീയിലോ വെച്ച് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചിടുമ്പോൾ അത് സെപ്പറേറ്റ് ആകാതെ തന്നെ സൂക്ഷിച്ചെടുക്കുക. മഞ്ഞക്കരവും വെള്ളയും കൂടെ അത് പതുക്കെ തന്നെ അത് ചെയ്യുക. ഇതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്കിത് കറി വെക്കാനായിട്ട്. ഇത് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ തയ്യാറാക്കി വെക്കാം. ഇനി ഇത്രയും മാത്രം മൂത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് കോരിയെടുക്കാം. കോരിയെടുത്തതിന് ശേഷം നമുക്ക് കറി എങ്ങനെ വെക്കുന്നതെന്ന് കൂടി നോക്കാം. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ മുട്ടയും. ഞാൻ പാനടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുട്ട ഫ്രൈ ചെയ്ത എണ്ണ ബാക്കി വന്ന എണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഞാൻ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം സവാള ഉള്ളി ചേർത്ത് കൊടുത്ത് അതിന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാൻ ഈ രീതിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഹിന്ദിക്കാർ കറി വെക്കുമ്പോൾ അവർ കടുക് അധികം ചേർക്കാറില്ല. അവർ ഏത് കറിക്കും ജീരകമാണ് ചേർക്കുന്നത്. അത് മീനായാലും മുട്ടയ്ക്കായാലും ഒക്കെ ജീരകം ചേർത്ത് കൊടുക്കും. ഇവിടെ നമ്മൾ മലയാളികൾക്ക് കടുകില്ലാത്ത കറിയില്ലല്ലോ, അതുകൊണ്ട് കടുക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം 2 പച്ചമുളക് കൂടി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് വഴന്ന് വരുമ്പോൾ വേണം ഈ ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലവണ്ണം ഒന്ന് ഉള്ളി വഴന്നതിന് ശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാവൂ. തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഉള്ളി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ മല്ലിപ്പൊടിയാണ് ആദ്യം ചേർത്തത്. അതിനുശേഷം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഗരം മസാല ഇഷ്ടമല്ലാത്തവർക്ക് ഏത് മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല അല്ലെങ്കിൽ മുട്ടക്കറിയുടെ മസാല കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത് നാട്ടിലൊക്കെ, ഞങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം
പൊടികളൊക്കെ നല്ലവണ്ണം പച്ചമണം മാറിക്കിട്ടി. നല്ല മൂത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർക്കണം. അപ്പോഴത്തേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടില്ല. കാരണം ഉണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാഞ്ഞത് കൊണ്ട് ഞാനത് തക്കാളി അരച്ചപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ ചേർത്തരച്ചു. അതോടൊപ്പം ഞാൻ 2-3 കശുവണ്ടി കൂടി ചേർത്തരച്ചിട്ടുണ്ട്. തക്കാളിയും വെളുത്തുള്ളി, ഇഞ്ചി, കശുവണ്ടി എന്നിവ ചേർത്തരച്ച പേസ്റ്റാണത് ഞാനിപ്പോൾ ചേർത്തത്. അതുകൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ ഇത് നമുക്ക് പാനിൽ തന്നെ തീർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി അരച്ച ജാറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളമാണ് ഞാനിത് ചേർത്ത് കൊടുത്തത്. ഇതുപോലെ ഇത് മസാലയൊക്കെ നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതുവരെ നമുക്ക് തുടർച്ചയായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം വേണം ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എനിക്ക് എത്രയും ചാറ് വേണോ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം അധികം കൂടി പോകാതെ തന്നെ സൂക്ഷിക്കുക, പിന്നെ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നല്ലവണ്ണം ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മാത്രമേ മുട്ട ചേർത്ത് കൊടുക്കാവൂ. തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഇത് തിളച്ചതിന് ശേഷം ഇനി നമുക്ക് മുട്ട ഓരോന്നും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ഓരോന്നും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ഇളക്കാൻ പാടില്ല, മുട്ട എല്ലാം പൊടിഞ്ഞു പോകും. അത് സെപ്പറേറ്റ് ആയി പോകും, അത് മഞ്ഞക്കരുവും വെള്ളയെല്ലാം കൂടെ. അതുകൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായം അറിയിക്കണം. പിന്നെയും ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിലെ വിശേഷങ്ങളുമൊക്കെ ആയിട്ടും എൻ്റെ ഗാർഡന് പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കാഴ്ചകളുമായിട്ട് പിന്നെ ഞാൻ വരുന്നതായിരിക്കും. അതുപോലെ ചെറുതായി ഒന്ന് അടച്ച് ഒന്ന് തിളയ്ക്കുന്നവരെ, ചാറൊന്ന് കുറുകുന്നവരെ നമുക്ക് വേവിച്ചെടുക്കണം. അധികം സമയമാകില്ല, കാരണം മുട്ട ഓൾറെഡി വെന്തതായതുകൊണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അതിനുശേഷം മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക, ഇല്ല എങ്കിലും കുഴപ്പമില്ല. തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും.